താരിഖുൽ അദബുൽ അറബി ഫിൽ അസ്റിൽ ഹദീസ്, ആധുനിക കാലത്തെ അറബി സാഹിത്യ ചരിത്രം സംബന്ധമായ ക്ലാസ് നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ആധുനിക കാലഘട്ടത്തിലെ സാഹിത്യകാരന്മാരെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിന് രണ്ട് കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഓരോ സാഹിത്യകാരന്മാരെ കുറിച്ചും കുറെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ അത് സംബന്ധമായ ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക എന്ന ഒരു ഐഡിയ ഉണ്ടാക്കുവാൻ നമുക്കത് ഉപകാരപ്പെടും. അതോടൊപ്പം തന്നെ പല സുഹൃത്തുക്കളും പരാതിപ്പെട്ടത് അവർക്ക് പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലാവുന്നില്ല എന്നാണ്. അപ്പോൾ ഒരു 1000-ഓളം ചോദ്യങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണെങ്കിൽ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ നമുക്ക് എളുപ്പം തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. ആ ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ചോദ്യങ്ങൾ കൂടി നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഇത് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആധുനിക അറബി സാഹിത്യകാരന്മാരെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് മഹ്മൂദ് സാമി അൽ ബാറൂദിയെ കുറിച്ച് പറയാം. മഹ്മൂദ് സാമി അൽ ബാറൂദി. ആദ്യത്തെ ചോദ്യം പരിശോധിക്കാം. റായിദു ശഅറിൽ അറബി അൽ ഹദീസ്. റായിദു ശഅറിൽ അറബി അൽ ഹദീസ്, ആധുനിക അറബി കവിതയുടെ നായകൻ, ആധുനിക അറബി കവിതയുടെ നേതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? റായിദ് എന്നാൽ നേതാവ്, അശ്ശഅറുൽ അറബി അറബി കവിതയുടെ, അൽ ഹദീസ് ആധുനിക, ആധുനിക അറബി കവിതയുടെ നേതാവ് ആരാണ്? അഹ്മദ് ഷൗഖി, ഹാഫിൽ ഇബ്രാഹിം, അൽ ബാറൂദി. ബാറൂദിയാണ് ശരിയായ ഉത്തരം. റായിദു ശഅറിൽ അറബി അൽ ഹദീസ് എന്നറിയപ്പെടുന്നത് അൽ ബാറൂദിയാണ്. അടുത്ത ചോദ്യം നോക്കാം. വുലിദ അൽ ബാറൂദി, ബാറൂദി ജനിച്ചു സനത 1839 മീലാദി, അല്ലെ? മീലാദി 1839 ബാറൂദി ജനിച്ചു. ബി എന്നതിന് ശേഷം സ്ഥലമാണ് പറയുക. ഏത് സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത് എന്നാണ് ചോദിക്കുന്നത്. അൽ ഖാഹിറ, ബെയ്റൂത്ത്, അസ്യൂത്ത്. അൽ ഖാഹിറ, കെയ്റോവിലാണ് ബാറൂദി ജനിച്ചത് 1839. അശ്ശാഇർ അൽ മുലഖബ് ബി റബ്ബി സൈഫി വൽ ഖലം. റബ്ബു സൈഫി വൽ ഖലം, പേനയുടെയും വാളിന്റെയും നാഥൻ എന്ന ലഖബിൽ അറിയപ്പെടുന്ന ആളാരാണ്? എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? അശ്ശാഇർ, കവി. അൽ മുലഖബ്, സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അഥവാ ലഖബിൽ അറിയപ്പെടുന്ന. ലഖബ് എന്ന് പറഞ്ഞാൽ സ്ഥാനപ്പേര് എന്നാണ് അർത്ഥം. ഏത് സ്ഥാനപ്പേരിലാണ്? ബി റബ്ബി സൈഫി വൽ ഖലം. ഖലം എന്നാൽ പേന, സൈഫ് എന്ന് പറഞ്ഞാൽ വാള്. പേനയുടെയും വാളിന്റെയും റബ്ബ്, പേനയുടെയും വാളിന്റെയും നാഥൻ എന്ന ലഖബിൽ അറിയപ്പെടുന്ന കവി ആരാണ്? അഹ്മദ് ഷൗഖി, ഹാഫിൽ ഇബ്രാഹിം, അൽ ബാറൂദി. ബാറൂദിയാണ് ശരിയായ ഉത്തരം. ഷാഇറുൻ ഇസ്തറക ഫി സൗറത്തിൽ ജയ്ഷിയ അൽ അറാബിയ. ഷാഇറുൻ, കവി. ഇസ്തറക, പങ്കെടുത്ത കവി. ഫി സൗറത്തിൽ ജയ്ഷിയ, സൈനിക വിപ്ലവത്തിൽ. സൗറത്ത് എന്ന് പറഞ്ഞാൽ വിപ്ലവം, അൽ ജയ്ഷിയ സൈനിക. സൈനിക വിപ്ലവത്തിൽ പങ്കെടുത്ത കവി ആരാണ്? അൽ അറാബിയ എന്ന സൈനിക വിപ്ലവത്തിൽ പങ്കെടുത്ത കവി ആരാണ്? അൽ ബാറൂദി, ഹാഫിൽ ഇബ്രാഹിം, ഖലീൽ മത്റാൻ. ഇപ്പോൾ നമുക്ക് ഉത്തരം വളരെ പെട്ടെന്ന് കിട്ടും, കാരണം ബാറൂദിയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് നമ്മൾ ഓർത്തു വെക്കേണ്ടതാണ്. ബാറൂദി സൈനിക വിപ്ലവത്തിലും പങ്കെടുത്ത കവിയാണ്. ഷാഇറും മിൻ അർക്കാനിൻ നഹ്ലത്തി ദുഫിന ഫി മഖ്ബറത്തിൽ ഇമാം അശ്ശാഫിഈ. ഷാഇറുൻ, ഒരു കവി. മിൻ അർക്കാനിൻ നഹ്ലത്തി, നവോത്ഥാനത്തിന്റെ നെടുന്തൂണുകളിൽപ്പെട്ട, അഥവാ അറബി സാഹിത്യത്തിന്റെ നവോത്ഥാനത്തിന് വേണ്ടി പണിയെടുത്തവരുടെ കൂട്ടത്തിൽപ്പെട്ട കവിയെ കുറിച്ചാണ് ചോദ്യം. ദുഫിൻ, അദ്ദേഹം മറമാടപ്പെട്ടിരിക്കുന്നു ഫി മഖ്ബറത്തിൽ ഇമാം ഷാഫിഈ, ഇമാം ഷാഫിഈയുടെ മഖ്ബറയിൽ മറമാടപ്പെട്ട അറബി സാഹിത്യ നവോത്ഥാനത്തിൽ പങ്കെടുത്തവരുടെ, അതിനുവേണ്ടി പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ട കവി ആരാണ്? അൽ ബാറൂദി, അൽ ബൂസീരി, അർ റസാഫി. ബാറൂദിയാണ് ഉത്തരം.
ഖൈദുൽ അവാബിദ്. ഖൈദുൽ അവാബിദ് എന്നതൊരു ഗ്രന്ഥമാണ്. അത് മിൻ ആസാരി, അത് രചനകളിൽപ്പെട്ടതാണ്. ആരുടെ രചനകളിൽപ്പെട്ടതാണ് എന്നതാണ് ചോദ്യം. ഖലീൽ മത്റാൻ, അഹ്മദ് ഷൗഖി, മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദിയുടെ ഗ്രന്ഥമാണ് ഖൈദുൽ അവാബിദ്. നുഫിയ മഹ്മൂദ് സാമി അൽ ബാറൂദി. നുഫിയ നാട് കടത്തപ്പെട്ടു. മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദി നാടുകടത്തപ്പെട്ടത് എങ്ങോട്ടാണ്? ഏത് പ്രദേശത്തേക്കാണ് അദ്ദേഹത്തെ നാടുകടത്തിയത്? ഖുബ്റുസ്, മൗറീഷ്യസ്, ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശരിയായ ഉത്തരം. അദ്ദേഹത്തെ ശ്രീലങ്കയിലേക്കാണ് നാടുകടത്തിയത്. അടുത്ത ചോദ്യം, നുഫിയ ഇല ജസീറത്തി സറന്ദീബ്. നുഫിയ നാടുകടത്തപ്പെട്ടു. ഇല ജസീറ ദ്വീപിലേക്ക്. സറന്ദീബ്, സറന്ദീബ് എന്ന ദ്വീപിലേക്ക് നാടുകടത്തപ്പെട്ടത് ആരാണ്? മത്റാൻ, അഹ്മദ് ഷൗഖി, അൽ ബാറൂദി. ബാറൂദിയാണ് സറന്ദീപിലേക്ക് നാടുകടത്തപ്പെട്ടത്. അപ്പൊ ഒരു സംശയം ഉണ്ടാവാം. കഴിഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു ശ്രീലങ്കയിലേക്കാണ് അദ്ദേഹം നാടുകടത്തപ്പെട്ടത്. ഇവിടെ പറഞ്ഞു സറന്ദീപിലേക്കാണ് അദ്ദേഹം നാടുകടത്തപ്പെട്ടത്. സംശയം വേണ്ട, സറന്ദീപ് എന്നാൽ ശ്രീലങ്ക തന്നെയാണ്. ശ്രീലങ്ക എന്നും സറന്ദീപ് എന്നും ഇന്നത്തെ ശ്രീലങ്കയെ കുറിച്ച് പറയുന്നുണ്ട്. മുമ്പ് കാലത്ത് അറബികൾ അതിനെക്കുറിച്ച് സറന്ദീപ് എന്നാണ് ശ്രീലങ്കയെ കുറിച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ഈ രണ്ട് രീതിയിലും ആ ചോദ്യം വരാവുന്നതാണ്. രണ്ടാണെങ്കിലും അതിന് ഉത്തരം ബാറൂദി തന്നെയാണ്. അടുത്ത ചോദ്യം, തൂഫിയ മഹ്മൂദ് സാമി അൽ ബാറൂദി സനത്ത. തൂഫിയ മരണപ്പെട്ടു. മഹ്മൂദ് സാമി അൽ ബാറൂദി. മഹ്മൂദ് സാമി അൽ ബാറൂദി മരണപ്പെട്ടു. സനത്ത വർഷം. ഏത് വർഷമാണ് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. താഴെ 3 വർഷങ്ങൾ നൽകിയിരിക്കുന്നു. 1902, 1912, 1904. 1904 ശരി. ജീമാണ് ശരിയായ ഉത്തരം. 1904 മഹ്മൂദ് സാമി അൽ ബാറൂദി മരണപ്പെടുന്നത്. ആധുനിക അറബി സാഹിത്യകാരന്മാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അഹ്മദ് ഷൗഖി. ഇനി നമുക്ക് അഹ്മദ് ഷൗഖിയെ കുറിച്ച് പറയാം. വുലിദ അഹ്മദ് ഷൗഖി സനത്ത. വുലിദ ജനിച്ചു. അഹ്മദ് ഷൗഖി ജനിച്ചു. സനത്ത വർഷം. ഏത് വർഷമാണ് എന്നാണ് പറയേണ്ടത്. 1868, 1890, 1898. അലിഫാണ് ഉത്തരം. 1868 ശരിയായ ഉത്തരം. 1868 അഹ്മദ് ഷൗഖി ജനിക്കുന്നത്. വുലിദ അഹ്മദ് ഷൗഖി ബി. വുലിദ ജനിച്ചു. അഹ്മദ് ഷൗഖി ജനിച്ചു. ബി. ബി എന്നതിന് ശേഷം സ്ഥലത്തിന്റെ പേരാണ് പറയേണ്ടത്. അൽ ഖാഹിറ, അൽ ഇസ്കന്ദരിയ, ബൂർ സഈദ്. ഖാഹിറയിലാണ് അദ്ദേഹം ജനിച്ചത്, അഥവാ കെയ്റോവിൽ. വുലിദ അഹ്മദ് ഷൗഖി ബിൽ ഖാഹിറ. അലിഫാണ് ശരിയായ ഉത്തരം. അടുത്ത ചോദ്യം, അമീറു ശുഅറ ലഖബുൻ ഇസ്തഹറ ബി. അമീറു ശുഅറ കവികളുടെ നേതാവ്, അഥവാ അമീറു ശുഅറ എന്നത് ലഖബുൻ സ്ഥാനപ്പേരാണ്. ഇസ്തഹറ ബി പ്രസിദ്ധനായ, പ്രസിദ്ധമായ. ആര് പ്രസിദ്ധമായ ലഖബാണ് അമീറു ശുഅറ? ഖലീൽ മത്റാൻ, ഹാഫിൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയാണ് ശരിയായ ഉത്തരം. അഹ്മദ് ഷൗഖിയുടെ ലഖബാണ് അമീറു ശുഅറ. അമീറു ശുഅറ എന്നത് അഹ്മദ് ഷൗഖിയുടെ സ്ഥാനപ്പേരാണ്. മുസന്നിഫു അദ്റാഉൽ ഹിന്ദ് വ അസ്വാഖുൽ ദഹബ് വ ഉലമാഉൽ ഇസ്ലാം. ഈ 3 ഗ്രന്ഥങ്ങൾ എഴുതിയത് ആരാണ്? അദ്റാഉൽ ഹിന്ദ്, അസ്വാഖുൽ ദഹബ്, ഉലമാഉൽ ഇസ്ലാം. അഹ്മദ് ഷൗഖി, ഹാഫിൽ ഇബ്രാഹിം, ത്വാഹ ഹുസൈൻ. അഹ്മദ് ഷൗഖിയാണ് ഈ 3 ഗ്രന്ഥങ്ങളും എഴുതിയത്. അദ്റാഉൽ ഹിന്ദ്, അസ്വാഖുൽ ദഹബ്, ഉലമാഉൽ ഇസ്ലാം. ഈ 3 കൃതികളും നമ്മൾ മനഃപ്പാഠമാക്കുക. അഹ്മദ് ഷൗഖിയുടെ ഗ്രന്ഥങ്ങളാണ്. അടുത്ത ചോദ്യം, ഹാജമൽ അഖാദു അല. അബ്ബാസ് മഹ്മൂദ് അഖാദ് എന്ന സാഹിത്യകാരൻ അഹ്മദ് ഷൗഖിയെ വിമർശിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ചോദ്യം. ഹാജമ ആക്രമിച്ചു. അൽ അഖാദ് അബ്ബാസ് മഹ്മൂദ് അഖാദ് ആക്രമിച്ചു. അല ആർക്കെതിരെ? ഹാജമ വന്നാൽ പിന്നെ അല എന്ന് വരും. അതാണ് അല വന്നത്.
അഹ്മദ് ഷൗഖി, അഹ്മദ് ലുത്ഫി, ഹാഫിൽ ഇബ്രാഹിം. അഹ്മദ് ഷൗഖിയെയാണ് അബ്ബാസ് മഹ്മൂദ് അഖാദ് വിമർശിച്ചിട്ടുള്ളത്. അടുത്ത ചോദ്യം അഹ്മദ് ഷൗഖിയുടെ രചനകളെ കുറിച്ചാണ്. കതബ അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖി എഴുതി. കതബ എഴുതി. അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖി എഴുതി. 3 ഗ്രന്ഥങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു. അതിൽ ഏതാണ് എന്നാണ് പറയേണ്ടത്. ദംഅത്തുൻ വബ്തിസാമ, ഔലാദു ഹാറത്തിന, മജ്നൂൻ ലൈല. മജ്നൂൻ ലൈല എന്നതാണ് അഹ്മദ് ഷൗഖിയുടെ ഗ്രന്ഥം. ജീമാണ് ഉത്തരം. മജ്നൂൻ ലൈല എന്നത് അഹ്മദ് ഷൗഖിയുടെ ഒരു പുസ്തകമാണ്. അശ്ശാഇറുല്ലദീ നല്ലമ റസാ ഹീന മാത മൗലാന മുഹമ്മദ് അലി. അശ്ശാഇർ കവി. അല്ലദീ നല്ലമ റസാഅൻ ഒരു വിലാപ കാവ്യം എഴുതിയ. നല്ലമ എന്ന് പറഞ്ഞാൽ കവിത എഴുതി. റസാ എന്ന് പറഞ്ഞാൽ വിലാപം. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളെ കുറിച്ച് ദുഃഖത്തോടു കൂടി എഴുതുന്ന കവിത, അതാണ് റസാ. അങ്ങനെ ഒരു റസാ എഴുതിയ കവി ആരാണ്? ഹീന മാത മരണപ്പെട്ടപ്പോൾ. ആര്? മൗലാന മുഹമ്മദ് അലി. നമ്മുടെ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ട നേരത്ത് റസാ എഴുതിയ കവി ആരാണ്? വിലാപ കാവ്യം എഴുതിയ കവി ആരാണ്? ഒന്നുകൂടി പറയാം. അശ്ശാഇറു കവി, അല്ലദീ നല്ലമ രചിച്ച, കവിത രചിച്ച. എങ്ങനത്തെ കവിതയാണ്? റസാ വിലാപ കാവ്യം, വിലാപ കവിത എഴുതിയ കവി ആരാണ്? ഹീന മാത മരണപ്പെട്ടപ്പോൾ. മൗലാന മുഹമ്മദ് അലി. മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ടപ്പോൾ റസാ എഴുതിയ കവി ആരാണ്? അഹ്മദ് ഷൗഖി, ഹാഫിൽ ഇബ്രാഹിം, ഖലീൽ മത്റാൻ. അഹ്മദ് ഷൗഖിയാണ് അങ്ങനെ കവിത എഴുതിയത്. മൗലാന മുഹമ്മദ് അലി മരണപ്പെട്ടപ്പോൾ അദ്ദേഹം അഥവാ അഹ്മദ് ഷൗഖി റസാ അഥവാ വിലാപ കാവ്യം എഴുതുകയുണ്ടായി. ലഹറത്ത് അശ്ശൗഖിയാത്ത് ലി അമീർ ശുഅറാ. ലഹറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. അശ്ശൗഖിയാത്ത് ഷൗഖിയാത്ത് എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെട്ടു. ലി അമീർ ശുഅറാ. അമീർ ശുഅറാ എന്നാൽ അഹ്മദ് ഷൗഖി ആണെന്ന് നേരത്തെ നമ്മൾ പഠിച്ചല്ലോ. അമീർ ശുഅറാ ആയ അഹ്മദ് ഷൗഖിയുടെ ഷൗഖിയാത്ത് എന്ന കവിതാ സമാഹാരം പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഏത് വർഷമാണ്? 1898, 1902, 1904. 1898 1898 ഷൗഖിയാത്ത് എന്ന അദ്ദേഹത്തിന്റെ കൃതി പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. ഇല ഐന നുഫിയ ഷൗഖി. ഷൗഖി എങ്ങോട്ടാണ് നാട് കടത്തപ്പെട്ടത്? ഷൗഖി നാട് കടത്തപ്പെട്ടതാണോ അല്ലെങ്കിൽ അദ്ദേഹം സ്വയം പോയതാണോ എന്നതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. 1-ാം ലോക മഹായുദ്ധം ഉണ്ടായ നേരത്ത് അദ്ദേഹം തന്നെ സ്വയം നാട് വിട്ടതാണ് എന്നതാണ് ഒരഭിപ്രായം. അദ്ദേഹത്തെ നാട് കടത്തിയത് എങ്ങോട്ട് എന്നാണ് ഈ ചോദ്യത്തിൽ ചോദിക്കുന്നത്. ഇല ഐന നുഫിയ, എങ്ങോട്ടാണ് നാട് കടത്തപ്പെട്ടത് ഷൗഖി? അൽ ഹിന്ദ്, അൽ ഇഫ്രീഖിയ, അൽ ഉന്ദുലുസ്, അസ്സെയ്ലാൻ. ഉന്ദുലുസിലേക്ക് അഥവാ സ്പെയിനിലേക്കാണ് അദ്ദേഹം നാട് കടത്തപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹം പോയത്. 1-ാം ലോക മഹായുദ്ധ നേരത്താണ് അദ്ദേഹം അങ്ങനെ സ്പെയിനിലേക്ക് പോകുന്നത്. ഷായിർ ഖസ്റുൽ ഹുദൈബി അബ്ബാസ് അസാനി. ഹുദൈബി അബ്ബാസ് രണ്ടാമന്റെ കൊട്ടാരത്തിലെ കവി ആരായിരുന്നു? ഹുദൈബി അബ്ബാസ് രണ്ടാമന്റെ കൊട്ടാരത്തിലെ കവി ആയിരുന്നു ആര്? അഖ്തൽ, അഹ്മദ് ഷൗഖി, അൽ മുത്തനബി. അഹ്മദ് ഷൗഖിയാണ് ഉത്തരം. ബാ. അഷ്ഹർ ശുഅറാ ഫിൽ അസ്റിൽ ഹദീസ്. അഷ്ഹർ ഏറ്റവും പ്രശസ്തനായ ആൾ. അശ്ശുഅറാ കവികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനായ ആൾ. ഫിൽ അസ്റിൽ ഹദീസ് ആധുനിക കാലത്ത്. ആധുനിക കാലത്ത് കവികളിൽ ഏറ്റവും പ്രശസ്തനായ ആൾ ആരാണ്? അഹ്മദ് ഷൗഖി, ഖലീൽ മത്റാൻ, ഈലിയ അബൂമാവി. അലിഫാണ് ഉത്തരം. അഹ്മദ് ഷൗഖി. അഷ്ഹർ ശുഅറാ ഫിൽ അസ്റിൽ ഹദീസ് അഹ്മദ് ഷൗഖി. സാഹിബു മസ്റുൽ ക്ലിയോപത്ര. മസ്റുൽ ക്ലിയോപത്ര എന്ന കൃതി ആരുടേതാണ്? സ്വാഹിബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കർത്താവ് എന്നാണ് അർത്ഥം, എഴുതിയ ആൾ. മസ്റുൽ ക്ലിയോപത്ര എന്ന കൃതി എഴുതിയത് ആരാണ്? ജിബ്രാൻ, ഹാഫിൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ കൃതിയാണ് മസ്റുൽ ക്ലിയോപത്ര. അടുത്ത ചോദ്യം,
റായിദ് ഷിഅർ തംസീലി ഫിൽ അദബിൽ അറബി. റായിദ് നേതാവ് അല്ലെങ്കിൽ നായകൻ. അശ്ശിഅർ തംസീലി, ഷിഅർ തംസീലിയുടെ നേതാവ്. ഫിൽ അദബിൽ അറബി, അറബി സാഹിത്യത്തിൽ. അറബി സാഹിത്യത്തിൽ ഷിഅർ തംസീലിയുടെ നേതാവ് ആരാണ്? ഒരു പ്രത്യേക തരം കവിതയാണ് ഷിഅർ തംസീലി, കവിതയുടെ ഒരു ഇനം എന്ന് പറയാം. അത്തരം കവിതകളുടെ നേതാവ് ആരാണ്? ഷിഅർ തംസീലിയുടെ നേതാവ് ആരാണ് എന്നാണ് ചോദ്യം. അഹ്മദ് ഷൗഖി, ഖലീൽ മത്റാൻ, മാറുൻ നഖാഷ്. അഹ്മദ് ഷൗഖിയാണ് ശരിയായ ഉത്തരം. മുഅല്ലിഫു വറഖത്തുൽ ആസ് വ അമീറത്തുൽ അന്ദുലസ്. മുഅല്ലിഫ് രചയിതാവ്. വറഖത്തുൽ ആസ്, അമീറത്തുൽ അന്ദുലസ് എന്നീ കൃതികളുടെ രചയിതാവ് ആരാണ്? ആരാണ് വറഖത്തുൽ ആസ്, അമീറത്തുൽ അന്ദുലസ് എന്നീ കൃതികൾ എഴുതിയത്? താഹ ഹുസൈൻ, അഹ്മദ് ഷൗഖി, മത്റാൻ. അഹ്മദ് ഷൗഖിയാണ് ശരിയായ ഉത്തരം. അഹ്മദ് ഷൗഖിയുടെ ഗ്രന്ഥങ്ങളാണ് വറഖത്തുൽ ആസ്, അമീറത്തുൽ അന്ദുലസ് എന്നിവ. അൽ ഹംസിയത്തുൻ നബവിയ്യ. അൽ ഹംസിയത്തുൻ നബവിയ്യ ഒരു കൃതിയുടെ പേരാണ്. അത് ഖസീദത്തുൻ, അതൊരു കവിതയാണ്. ലി, ആരുടെ എന്നാണ്. നജീബ് കീലാനി, ഹസ്സാൻ ഇബ്നു സാബിത്ത്, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ കൃതിയാണ് അൽ ഹംസിയത്തുൻ നബവിയ്യ. ഖസീദ, കവിത. ഹംസിയത്തുൻ നബവിയ്യ എന്നൊരു കവിതയാണ്. അതിന്റെ കർത്താവ് ആരാണ്? അഹ്മദ് ഷൗഖിയാണ്. കുത്തിബ നഹ്ജുൽ ബുർദ അലാ യദി. കുത്തിബ രചിക്കപ്പെട്ടു. നഹ്ജുൽ ബുർദ, നഹ്ജുൽ ബുർദ എഴുതപ്പെട്ടു. അലാ യദി കൈകളാൽ. ആരുടെ കൈയാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് നഹ്ജുൽ ബുർദ? കുത്തിബ എഴുതപ്പെട്ടു അല്ലെങ്കിൽ രചിക്കപ്പെട്ടു. നഹ്ജുൽ ബുർദ, നഹ്ജുൽ ബുർദ എന്ന കൃതി രചിക്കപ്പെട്ടു. അലാ യദി കയ്യാൽ. ആരുടെ കയ്യാൽ? അൽ ബൂസീരി, കഅബ് ഇബ്നു സുഹൈർ, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ കയ്യാൽ രചിക്കപ്പെട്ട ഗ്രന്ഥമാണ് നഹ്ജുൽ ബുർദ. ഖായിലു ഹാദൽ ബൈത്ത്. ഖായിൽ പറഞ്ഞ ആള്. ഹാദൽ ബൈത്ത് ഈ ബൈത്ത്, ഈ വരി കവിത പറഞ്ഞ ആൾ ആരാണ്? കവിത നമുക്ക് നോക്കാം. ആമൻതു ബില്ലാഹി വസ്തസ്നൈതു ജന്നതഹു ദിമശ്ഖു റൂഹുൻ വജന്നതും വറൈഹാനു. ആമൻതു ബില്ലാഹി വസ്തസ്നൈതു ജന്നതഹു ദിമശ്ഖു റൂഹുൻ വജന്നതും വറൈഹാനു. ആരാണ് ഈ കവിത പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഹാഫിൽ ഇബ്രാഹിം, അഹ്മദ് ഷൗഖി, ഉമർ അബൂ രീഷ. ബ ആണ് ശരിയായ ഉത്തരം. അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ കവിതയാണ് ഇത്. അഹ്മദ് ഷൗഖിയുടെ ചില ഗ്രന്ഥങ്ങളെ കുറിച്ച് തന്നെയാണ് ചോദ്യം. മിൻ തംസീലിയാത്തി അഹ്മദ് ഷൗഖി അൽ കോമഡിയ. അഹ്മദ് ഷൗഖിയുടെ കോമഡി ആയിട്ടുള്ള ചിത്രീകരണങ്ങളെ കുറിച്ചാണ് ചോദ്യം. മിൻ തംസീലിയാത്ത് ചിത്രീകരണങ്ങളിൽ പെട്ടതാണ് അഹ്മദ് ഷൗഖിയുടെ. അൽ കോമീദിയ എന്നാണ് കോമഡി, കോമഡി നിറഞ്ഞ അഹ്മദ് ഷൗഖിയുടെ ചിത്രീകരണത്തിൽ പെട്ടതാണ് ഏത്? അൽ ബഖീൽ, വറഖത്തുൽ ആസ്, അൽസത്ത് ഹുദ. അൽസത്ത് ഹുദ എന്നതാണ് അദ്ദേഹത്തിന്റെ കോമഡി ആയിട്ടുള്ള ചിത്രീകരണം. തംസീലിയാത്ത്, അദ്ദേഹത്തിന്റെ കോമഡി തംസീലിയയാണ് അൽസത്ത് ഹുദ. സാഹിബ് തംസീലിയാത്ത് ഖുംബീസ് അലീബക് അൽ കബീർ അൻതറ. സാഹിബ് കർത്താവ്, തംസീലിയാത്ത്. ഇനി പറയുന്ന തംസീലിയാത്തിന്റെ ചിത്രീകരണങ്ങളുടെ രചയിതാവ് ആരാണ്? ഖുംബീസ്, അലീബക് അൽ കബീർ, അൻതറ. ഇവയുടെ രചയിതാവ് ആരാണ്? അഹ്മദ് ഷൗഖി, ഖലീൽ മത്റാൻ, ത്വാഹ ഹുസൈൻ. അഹ്മദ് ഷൗഖിയുടെ തംസീലിയാത്ത് തന്നെയാണ് ഇവ. ഖുംബീസ്, അലീബക് അൽ കബീർ, അൻതറ. അദ്ദേഹത്തിന്റെ മറ്റൊരു തംസീലിയാണ് അൽസത്ത് ഹുദ. അത് കോമഡിയാണ്, അതാണ് കോമീദിയ. അത് നേരത്തെ പറഞ്ഞ ചോദ്യം. ഐന അൽഖ അഹ്മദ് ഷൗഖി ഖസീദതഹു കിബാറുൽ ഹവാദിസ് ഫീ വാദി നീൽ. ഐന എവിടെ? അൽഖ അവതരിപ്പിച്ചു, അഹ്മദ് ഷൗഖി അവതരിപ്പിച്ചു ഖസീദതഹു തന്റെ കവിത കിബാറുൽ ഹവാദിസ് ഫീ വാദി നീൽ. കിബാറുൽ ഹവാദിസ് ഫീ വാദി നീൽ എന്ന തന്റെ കവിത അഹ്മദ് ഷൗഖി ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്?
ഐന അൽഖ എവിടെയാണ് അവതരിപ്പിച്ചത് അഹ്മദ് ഷൗഖി ഖസീദതഹു തന്റെ കവിത കിബാറുൽ ഹവാദിസ് ഫി വാദിൻ നീൽ. ബാ ആണ് ശരിയായ ഉത്തരം. ഫിൽ മുഅ്തമർ ശർഖി അദ്ദുവലി, മുഅ്തമർ ശർഖി അദ്ദുവലി അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ജനീവയിൽ വെച്ച് നടന്ന 1896 ജനീവയിൽ വെച്ച് നടന്ന അൽ മുഅ്തമർ ശർഖി അദ്ദുവലി എന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അദ്ദേഹം കിബാറുൽ ഹവാദിസ് ഫി വാദിൻ നീൽ എന്ന തന്റെ കവിത ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. മൻഹും അൽ മുഹാഫിളൂന സലാസ മിനശ് ശുഅറാ. മൻഹും ആരൊക്കെയാണ് അൽ മുഹാഫിളൂന സലാസ, അൽ മുഹാഫിളൂൻ അസ്സലാസ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? മിനശ് ശുഅറാ കവികളുടെ കൂട്ടത്തിൽ, ആധുനിക അറബി കവികളുടെ കൂട്ടത്തിൽ അൽ മുഹാഫിളൂന അസ്സലാസ എന്നറിയപ്പെടുന്നത് ആരെല്ലാമാണ്? ദാലാണ് ശരിയായ ഉത്തരം. ഷൗഖി, ഹാഫിദ് മത്റാൻ, അഹ്മദ് ഷൗഖി, ഹാഫിദ് ഇബ്രാഹിം, ഖലീൽ മത്റാൻ എന്നിവരാണ് അൽ മുഹാഫിളൂൻ അസ്സലാസ എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം നോക്കാം. അശ്ശാഇറു അല്ലദീ യുസമ്മാ ബി ശാഇർ ഗൈരി. ശാഇർ ഗൈരി എന്നറിയപ്പെടുന്നത് ആരാണ്? അശ്ശാഇർ കവി, അല്ലദീ യുസമ്മാ ബി വിളിക്കപ്പെടുന്ന കവി. ശാഇർ ഗൈരി, ശാഇർ ഗൈരി എന്ന് വിളിക്കപ്പെടുന്ന കവി ആരാണ്? അഹ്മദ് ഷൗഖിയാണ് ശരിയായ ഉത്തരം. ജീം, അഹ്മദ് ഷൗഖി. അൽ ഗസാലു വൽ കൽബ്. അൽ ഗസാലു വൽ കൽബ് എന്നത് ഖസീദത്തിൻ ഒരു കവിതയാണ്. മശ്ഹൂറത്തിൻ പ്രസിദ്ധമായ കവിതയാണ്. നുഷിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു ആ കവിത ഫി ജരീദത്ത് അൽ അഹ്റാം. അൽ അഹ്റാം എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രസിദ്ധമായ ഒരു കവിതയാണ് അൽ ഗസാലു വൽ കൽബ്. മൻ സ്വാഹിബുഹ അതിന്റെ രചയിതാവ്, അതിന്റെ കർത്താവ് ആരാണ്? അൽ ഗസാലു വൽ കൽബ് എന്നത് ഖസീദത്തുൻ മശ്ഹൂറത്തുൻ പ്രശസ്തമായ ഒരു കവിതയാണ്. നുഷിറത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഫി ജരീദത്തിൽ അൽ അഹ്റാം, അൽ അഹ്റാം എന്ന പത്രത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട പ്രശസ്തമായ ഒരു കവിതയാണ് അൽ ഗസാലു വൽ കൽബ് എന്നത്. മൻ സ്വാഹിബുഹ ആരാണ് അതിന്റെ കർത്താവ്? അഹ്മദ് ഷൗഖിയാണ്. ബാ ആണ് ശരിയായ ഉത്തരം. അഹ്മദ് ഷൗഖി. ശറംബറം ഇസ്മുൻ ആഖർ മറ്റൊരു പേരാണ്. ശറംബറം എന്നത് മറ്റൊരു പേരാണ്. ലി ഷാഇരിൻ ഒരു കവിയുടെ, മശ്ഹൂരിൻ പ്രസിദ്ധനായ ഒരു കവിയുടെ മറ്റൊരു പേരാണ്. ഫി മഖാലാത്തിഹി അദ്ദേഹത്തിന്റെ ഉപന്യാസങ്ങളിൽ അദ്ദേഹം പ്രയോഗിച്ച ഒരു കവിയുടെ മറ്റൊരു പേരാണ് ശറംബറം. മൻ ഹുവ ആരാണ് ഈ ശറംബറം? അഹ്മദ് ഷൗഖിയാണ്. അദ്ദേഹത്തിന്റെ മഖാലകളിൽ അദ്ദേഹം ശറംബറം എന്നാണ് അദ്ദേഹത്തിന്റെ പേരായിട്ട് അദ്ദേഹം എഴുതിയിരുന്നത്. അഹ്മദ് ഷൗഖിയുടെ തന്നെ മറ്റൊരു പേരാണ് ശറംബറം. ഈ ശറംബറം എന്നത് അദ്ദേഹം ഉപന്യാസങ്ങൾ എഴുതുമ്പോൾ, മഖാലകൾ എഴുതുമ്പോഴാണ് ശറംബറം എന്ന പേരിൽ എഴുതിയിരുന്നത്. അബുൽ ഹൗൽ ഖസീദത്തുൻ നല്ലമഹ. അബുൽ ഹൗൽ എന്നത് ഖസീദത്തുൻ ഒരു കവിതയാണ്. നല്ലമഹ അത് എഴുതി, ആ കവിത എഴുതി ആര്? ഈലിയ അബു മാലി, ഉമർ അബു രീഷ, അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയാണ് അബുൽ ഹൗൽ എന്ന കവിത എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ ഒരു കവിതയാണ് അബുൽ ഹൗൽ. അടുത്ത ചോദ്യം. അസ്സസ ജമാഅത്ത് അബൂലു അൽ അദീബ് അശ്ശാഇർ അഹ്മദ് സക്കി അബു ഷാദി ഫഇലാ മൻ ഉസ്നിദ റിയാസതുഹ. ഉസ്സിസ അല്ലെങ്കിൽ അസ്സസ സ്ഥാപിച്ചു. ജമാഅത്ത് അബൂലു, അബൂലു ജമാഅത്ത്, ജമാഅത്ത് അബൂലു സ്ഥാപിച്ചു. അൽ അദീബ് അശ്ശാഇർ സാഹിത്യകാരനായ കവിയായ അഹ്മദ് സക്കി അബു ഷാദി. അഹ്മദ് സക്കി അബു ഷാദിയാണ് ജമാഅത്ത് അബൂലു സ്ഥാപിച്ചത്. ഫഇലാ മൻ ഉസ്നിദ ആരിലേക്കാണ് ചേർക്കപ്പെട്ടത്? റിയാസതുഹ അതിന്റെ നേതൃത്വം. അതിന്റെ നേതൃത്വം ആരെയാണ് ഏൽപ്പിച്ചത്? ഈ ജമാഅത്ത് അബൂലു സ്ഥാപിച്ചത് അഹ്മദ് സക്കി അബു ഷാദിയാണ്. അതിന്റെ നേതൃത്വം ആരെയാണ് അദ്ദേഹം ഏൽപ്പിച്ചത്? അഹ്മദ് ഷൗഖിയെയാണ്. അഹ്മദ് ഷൗഖിയാണ് ശരിയായ ഉത്തരം. ജമാഅത്ത് അബൂലുവിന്റെ നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടത് അഹ്മദ് ഷൗഖിക്കായിരുന്നു. ഐന ഇജ്തമഅ ശുഅറാഉ അവ്വലൻ ലിതക്വീനി ജമാഅത്ത് അബൂലു. ഐന എവിടെയാണ് ഇജ്തമഅ ഒരുമിച്ച് കൂടിയത്? അശ്ശുഅറാ കവികൾ. അവ്വലൻ ആദ്യമായിട്ട് അവർ ഒരുമിച്ച് കൂടിയത് എവിടെയാണ്?
ലി തക്വീനി ഉണ്ടാക്കുവാൻ വേണ്ടി, ജമാഅത്ത് അബൂലു, ജമാഅത്ത് അബൂലു ഉണ്ടാക്കുവാൻ, അതൊരു സംഘമാണ്, ഒരു സംഘടനയാണ്. അത് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാഹിത്യകാരന്മാർ അല്ലെങ്കിൽ കവികൾ ഒരുമിച്ച് കൂടിയത്, ആദ്യമായി ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? ഐന എവിടെയാണ്? ഇജ്തമാ ഒരുമിച്ച് കൂടിയത്, അശ്വഅറാഉ കവികൾ, അവലൻ ആദ്യമായിട്ട് അവർ ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? ലി തക്വീനി രൂപപ്പെടുത്താൻ അഥവാ ഉണ്ടാക്കാൻ, ജമാഅത്ത് അബൂലു, അബൂലു ജമാഅത്ത് അബൂലു എന്ന സംഘടന ഉണ്ടാക്കാൻ അവർ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടിയത് എവിടെയാണ്? ജീമാണ് ഉത്തരം. ഫി മൻസിൽ അഹ്മദ് ഷൗഖി, അഹ്മദ് ഷൗഖിയുടെ വീട്ടിലാണ് അവർ ആദ്യമായിട്ട് ഒരുമിച്ച് കൂടിയത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. കം ഇംതദ്ദത് ഹയാത്തു ഷൗഖി ബഅദ ഇഖ്തിയാരിഹി റഈസൻ ലി ജമാഅത്ത് അബൂലു. കം എത്രയാണ്, ഇംതദ്ദത് നീണ്ടു നിന്നത്, ഹയാത്ത് ഷൗഖി ഷൗഖിയുടെ ജീവിതം നീണ്ടു നിന്നത്, ബഅദ ഇഖ്തിയാരിഹി അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം, റഈസൻ നേതാവായിട്ട്, ലി ജമാഅത്ത് അബൂലു അബൂലു എന്ന സംഘടന ജമാഅത്ത് അബൂലുവിന്റെ നേതാവായിട്ട് അഹ്മദ് ഷൗഖിയെ തെരഞ്ഞെടുത്തതിന് ശേഷം അദ്ദേഹം എത്ര കാലം ജീവിച്ചു എന്നാണ് ചോദ്യം. കം ഇംതദ്ദത് എത്രയാണ് നീണ്ടു നിന്നത്, ഹയാത്ത് ഷൗഖി ഷൗഖിയുടെ ജീവിതം, ബഅദ ഇഖ്തിയാരിഹി തെരഞ്ഞെടുത്തതിന് ശേഷം, അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം, റഈസൻ നേതാവായിട്ട്, ലി ജമാഅത്ത് അബൂലു ജമാഅത്ത് അബൂലുവിന്റെ നേതാവായിട്ട് അദ്ദേഹത്തെ തെരഞ്ഞെടുത്തതിന് ശേഷം ഷൗഖി എത്ര കാലമാണ് ജീവിച്ചത്? ജീമാണ് ഉത്തരം. അർബഅത്ത് അയ്യാം 4 ദിവസമാണ് അദ്ദേഹം പിന്നെ ജീവിച്ചത്. ഐന ദറസ അഹ്മദ് ഷൗഖി ഫി ഫറൻസ. ഐന എവിടെയാണ് ദറസ പഠിച്ചത് അഹ്മദ് ഷൗഖി? അഹ്മദ് ഷൗഖി പഠിച്ചത് എവിടെയാണ്? ഫി ഫറൻസ ഫ്രാൻസിൽ. അഹ്മദ് ഷൗഖി ഫ്രാൻസിൽ പഠിച്ചത് എവിടെയായിരുന്നു? അലിഫാണ് ഉത്തരം. അവലൻ ഫി ജാമിഅത്തി മോംബീലിയ. ആദ്യം ഫി ജാമിഅത്തി മോംബീലിയ മോംബീലിയ യൂണിവേഴ്സിറ്റിയിൽ. തുമ്മ പിന്നെ ഫി ജാമിഅത്തി പാരീസ് യൂണിവേഴ്സിറ്റിയിലും. ആദ്യം മോംബീലിയ യൂണിവേഴ്സിറ്റി, പിന്നെ പാരീസ് യൂണിവേഴ്സിറ്റി. ഇവിടെയാണ് അഹ്മദ് ഷൗഖി ഫ്രാൻസിൽ പഠിച്ചത്. ഈ ചോദ്യം മറ്റൊരു രൂപത്തിലും വരാവുന്നതാണ്. അൽ ജാമിഅ അല്ലതി തഅല്ലമ ഫീഹ അശ്ശാഇർ അഹ്മദ് ഷൗഖി. അൽ ജാമിഅ യൂണിവേഴ്സിറ്റി, അല്ലതി തഅല്ലമ പഠിച്ച, ഫീഹ അതിൽ, അശ്ശാഇർ അഹ്മദ് ഷൗഖി അഹ്മദ് ഷൗഖി എന്ന കവി പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ്, മോംബീലിയ. മോംബീലിയയിലും പാരീസിലും അദ്ദേഹം പഠിച്ചത്. മോംബീലിയ യൂണിവേഴ്സിറ്റിയിലും പാരീസ് യൂണിവേഴ്സിറ്റിയിലും. ഇവിടെ മോംബീലിയ എന്നാണുള്ളത്. അതിന്റെ സ്ഥാനത്ത് പാരീസ് എന്ന് വെച്ചുകൊണ്ടും ചോദ്യം വരാവുന്നതാണ്. അപ്പോൾ മോംബീലിയ, പാരീസ് ഇതാണ് ഉത്തരം. ഇതിൽ മോംബീലിയ എന്നേ ഉള്ളൂ. അതുകൊണ്ട് ജീമാണ് ശരിയായ ഉത്തരം. മൻ മുഅല്ലിഫ് അൽ ഹംസിയത്തു നബവിയ്യ. അൽ ഹംസിയത്തു നബവിയ്യ എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? അഹ്മദ് ഷൗഖി. അഹ്മദ് ഷൗഖിയുടെ ഗ്രന്ഥങ്ങളുടെ പേരുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയിരിക്കണം. ലിമൻ മജ്മുഅത്തു മഖാലാത്ത് ഇജ്തിമാഇയ്യ അസ്വാഖു ദഹബ്. അസ്വാഖു ദഹബ് എന്നത് മജ്മുഅത്തു മഖാലാത്ത് ഇജ്തിമാഇയ്യയാണ്. മജ്മുഅത്ത് എന്ന് പറഞ്ഞാൽ സമാഹാരം, മഖാലാത്ത് ഉപന്യാസങ്ങളുടെ, ഇജ്തിമാഇയ്യ എന്നാൽ സാമൂഹ്യ ഉപന്യാസങ്ങളുടെ ഒരു സമാഹാരമാണ് അസ്വാഖു ദഹബ്. ഇത് ലിമൻ ആരുടേതാണിത്? ആരാണിത് എഴുതിയത്? അഹ്മദ് ഷൗഖിയാണ് അസ്വാഖു ദഹബ് എന്ന ഉപന്യാസ സമാഹാരം രചിച്ചത്. മസ്മു മൽഹാത്തു അഹ്മദ് ഷൗഖി. മസ്മ് എന്താണ് പേര്? മാ ഇസ്മ എന്നത് ചേർത്ത് വായിക്കുക, മസ്മ് എന്നാണ് വായിക്കുക. എന്താണ് പേര്? മൽഹാത്ത്. കോമഡിയുടെ പേര് എന്താണ്? അഹ്മദ് ഷൗഖിയുടെ. അഹ്മദ് ഷൗഖി എഴുതിയ കോമഡി മൽഹാത്ത്. നേരത്തെ പറഞ്ഞല്ലോ തംസീലിയ അൽ കുമീദിയ എന്ന്. അതിന്റെ അറബി വാക്കാണ് മൽഹാത്ത്. അഹ്മദ് ഷൗഖിയുടെ കോമഡി ആയിട്ട് അദ്ദേഹം എഴുതിയ തംസീലിയയുടെ പേരെന്താണ് എന്നാണ് ചോദ്യം. ബ ആണ് ഉത്തരം. അൽസത് ഹുദ. അത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ്. ഇത് വീണ്ടും പറഞ്ഞത് മൽഹാത്ത് എന്ന പദം കൂടി തംസീലിയ അൽ കുമീദിയ എന്നതിന് പകരമായിട്ട് വരാവുന്നതാണ്. അത് നമ്മൾ ഓർത്തു വെക്കുക.
അവസാനമായിട്ട് ഫി ഐ സനത്തിൻ തൂഫിയ അഹമ്മദ് ഷൗഖി, അഹമ്മദ് ഷൗഖി ഏത് വർഷമാണ് മരണപ്പെട്ടത്? 1932 ബ ആണ് ശരിയായ ഉത്തരം. 1932 അഹമ്മദ് ഷൗഖി മരണപ്പെട്ടു. ഓരോ സാഹിത്യകാരനെ കുറിച്ച് പഠിക്കുമ്പോഴും അവരുടെ കൃതികളാണ് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടത്. അഹമ്മദ് ഷൗഖിയുടെ ഒരു 10 കൃതികൾ നമുക്ക് മനഃപ്പാഠമാക്കാം. ഒന്ന് അശൗഖിയാത്ത്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കൃതിയാണ് അശൗഖിയാത്ത്, അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണ്. 2 ദുവലുൽ അറബ് വ ഉലമാ ഉൽ ഇസ്ലാം, ദുവലുൽ അറബ് വ ഉലമാ ഉൽ ഇസ്ലാം. 3 അസ്വാഖുൽ ദഹബ്. 4 ഉംബീസ്. 5 മജ്നൂൻ വ ലൈല. 6 മസ്റൽ ക്ലിയോപത്ര. 7 അലിബക് അൽ കബീർ. 8 അന്തറ. 9 അസ്റാ ഉൽ ഹിന്ദ്, അസ്റാ ഉൽ ഹിന്ദ്. 10 അൽസദ് ഹുദ. ഇവയിൽ ഏതാണ്ട് എല്ലാറ്റിനെ കുറിച്ചും നമ്മൾ ഈ ചോദ്യങ്ങളിൽ നേരത്തെ പറഞ്ഞവയാണ്. ഒന്നുകൂടി നമ്മൾ ഓർത്തു വെക്കുക. അശൗഖിയാത്ത്, ദുവലുൽ അറബ് വ ഉലമാ ഉൽ ഇസ്ലാം, അസ്വാഖുൽ ദഹബ്, ഖുംബീസ്, മജ്നൂൻ വ ലൈല, മസ്റ ക്ലിയോപത്ര, അലിബക് അൽ കബീർ, അന്തറ, അസ്റാ ഉൽ ഹിന്ദ്, അൽസദ് ഹുദ.